2017 എന്നെ തേടിയിട്ട് ഒരു കത്ത് വരുന്നു. കത്ത് മാത്രമല്ല, ഒരു കൊറിയറും ഉണ്ട്. ഈ കൊറിയർ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ബയോഗ്രഫിയാണ്. ആ ബയോഗ്രഫിയുടെ ഉള്ളിൽ നല്ലൊരു കൈപ്പടയിലൊരു കത്ത് കുറിച്ച് വെച്ചിരിക്കുന്നു. കത്തിലെ കണ്ടൻറ്റ് എങ്ങനെയാണ്: മൈ ഡിയർ രാജു, ഇത് ജീവിതത്തിൽ നിൻ്റെ ഒരു വളരെ മോശപ്പെട്ട സമയമാണ്. നീ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്കറിയാം. പക്ഷേ നിൻ്റെ നല്ല സമയങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ്, ഇതിനെ മറികടക്കാനായിട്ട് ഈ പുസ്തകം നീ വായിക്കണം. ഞാൻ ഈ അടുത്താണ് ഈ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് കൂടുതൽ വായിക്കുന്നത്, കേൾക്കുന്നത്. ഇത് നിനക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആവും. നീ എന്തായാലും ഇത് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് കത്ത് അവസാനിപ്പിക്കുന്നു. കത്ത് എഴുതിയത് മറ്റാരുമല്ല, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള, എൻ്റെ ഏറ്റവും ക്ലോസ് ബഡി എന്ന് വിളിക്കാവുന്ന ഡെന്നി സൈമൺ എന്നുള്ള സുഹൃത്താണ്. ഡെന്നിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മുടെ സുഖത്തെക്കുറിച്ചും നമ്മുടെ വെൽഫെയറിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ മൂഡിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കൺസേൺ ആയിട്ട് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്ത്. അവരെപ്പോഴും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. അവരെപ്പോഴും നമ്മുടെ സുഖക്ഷേമങ്ങളെക്കുറിച്ചും നമ്മുടെ വിജയങ്ങളൊക്കെ നമ്മളെക്കാളേറെ ആഘോഷിക്കുകയും അതിൽ വലിയ സന്തോഷം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ അവർക്ക് അർഹിക്കുന്ന ഒരു സ്നേഹമോ പരിഗണനയോ ടൈമോ കൺസിഡറേഷനോ ഒക്കെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സുഹൃത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടുള്ള ഡെന്നിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഥ ആരംഭിക്കാം. ഇത് കഥയൊന്നുമല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പെയിൻറ്റിങ്ങിൻ്റെ കഥയാണ്. ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് കൂടിയിട്ടാണ്. എൻ്റെ അച്ഛൻ ഒരു ചിത്രകലാധ്യാപകനാണ്, ഗോപി മാഷ്. ചേട്ടനും അച്ഛനും ഒക്കെ അവർ അക്കാദമിക്കലി ഫൈൻ ആർട്സ് സ്കൂളിലൊക്കെ പഠിച്ച് ചിത്രകല അഭ്യസിച്ചവരാണ്. ഞാൻ അങ്ങനെയൊന്നും ചിത്രകല പഠിച്ചിട്ടില്ല, എന്നാലും കുട്ടിക്കാലം തൊട്ടേ വരയ്ക്കും എന്നുള്ളതാണ്. അപ്പോൾ ഡെന്നിയെക്കുറിച്ച് പറയുമ്പോൾ ഡെന്നി എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് തൊട്ടിട്ട് ഡെന്നി എൻ്റെ ജീവിതത്തിലുണ്ട്. 10ാം ക്ലാസ്സിൽ ഒരു ട്യൂഷന് പോകുന്ന സമയത്താണ് ഡെന്നിയെ പരിചയപ്പെടുന്നത്. അവിടുന്ന് തൊട്ട് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പില്ലറായിട്ട്, ഒരു സ്ട്രെങ്ത്തിൻ്റെ പില്ലറായിട്ടും അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും എന്താ പറയുക പാട്രണൈസിങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് ഡെന്നി കൂടെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡെന്നി എപ്പോഴും എന്നോടൊരു കാര്യം ആവശ്യപ്പെടാറുണ്ട്. ഡെന്നിക്ക് വീട്ടിലൊരു ചിത്രം വരച്ചു വയ്ക്കണം എന്നുള്ളത്. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ചിത്രം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് ചിത്രം വരച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് എനിക്ക്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല അത്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള എൻ്റെ നെഫ്യൂ, ചേട്ടൻ്റെ കുട്ടി, വീട്ടിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഉണ്ണി ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഉണ്ണിയുടെ ഫോട്ടോ ഉണ്ണിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇതുവരെ വരച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രിയമുള്ള ആൾക്കാരുടെ ഫോട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല, അതങ്ങനെ പെട്ടെന്ന് എനിക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റാറില്ല. ആ ഒരു ഇമോഷണൽ സ്നേഹക്കൂടുതലും ഉണ്ടായിരിക്കും. ഡെന്നി ഒരു ചിത്രം വേണമെന്ന് എന്നോട് കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഡെന്നി ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് UPSC പ്രിപ്പറേഷന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു. അതിൻ്റേതായിട്ടുള്ള ആ ഒരു കരിയറിലേക്ക് നീങ്ങുന്നു. ഡെന്നി അന്ന് ബാംഗ്ലൂരിൽ ജോലി നോക്കുന്നു. ഡെന്നിയും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ തരണം ചെയ്ത് കടന്നു പോകുന്ന സമയമാണ്. ഡെന്നി ഭയങ്കര ഒരു ധൈര്യശാലിയുള്ളൊരു വ്യക്തിയാണ്. തള്ളിയടിക്കുന്നതല്ല, പുള്ളി അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് പുള്ളി പുതിയൊരു വീട്, അവരുടെ വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്നു. അപ്പോൾ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഈ വീട് പാർക്കൽ ചടങ്ങിന് മുമ്പായിട്ട് ഒരു ചിത്രം വേണമെന്ന് ഡെന്നി നിർബന്ധം പിടിക്കുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇതിപ്പോൾ പുലിവാലായല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. എങ്ങനെ ചിത്രം കൊടുക്കുമെന്ന് ആലോചിക്കുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നി, പിന്നെ എത്രയായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണല്ലോ ഡെന്നി, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഐതിഹാസികമായിട്ട് ഞാൻ ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആദ്യ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഞാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈ ചിത്രം വരയ്ക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അമ്മ അറിയുന്നു. അമ്മയച്ഛനും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു 1-2 ദിവസം മുമ്പാണ് ഞാൻ വലിയൊരു ക്യാൻവാസ് മേടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വർക്ക് സ്പേസ് ഉണ്ട്. അവിടെയാണ് അച്ഛൻ ഡ്രോയിങ് ട്യൂഷൻ എടുക്കാറുള്ളതും ഞാനും ചേട്ടനും അച്ഛനും ഒക്കെ വരയ്ക്കാറൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസ് കൊണ്ട് നോക്കുന്നു. ഞാൻ പിന്നെ ഗംഭീര ചിത്രം വരയ്ക്കലും പരിപാടികളൊക്കെയാണ്. വേറെ 1-2 ദിവസം വേറെ ഒരു പരിപാടിയില്ല എന്നുള്ളതാണ്. കട്ട ഫോക്കസാണ്. അമ്മ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അത് മുഴുമിപ്പിക്കില്ല എന്ന് പറയുന്നു. അച്ഛനും പറയുന്നുണ്ട്. അച്ഛനൊക്കെ എനിക്ക് തോന്നുന്നു ബെറ്റ് വയ്ക്കുമോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ പല പരിപാടികളും തുടങ്ങുകയും പിന്നെ പകുതി വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിലൊക്കെ ഭയങ്കര മിടുക്കനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാനിത് ഭയങ്കര വാശിയോടുകൂടി ഏറ്റെടുക്കുന്നു.
എന്തായാലും ഈ ചിത്രം കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. അന്ന് ഞാൻ ഈ അക്രലിക് പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് വലിയ സമയമൊന്നും ആയിട്ടില്ല. 2016 വരയ്ക്കുന്നത്. ഞാൻ വാട്ടർ കളറൊക്കെ മുമ്പ് ചെയ്യാറുണ്ട്, ഒരു ധാരണ വെച്ച് പെയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ക്യാൻവാസാണ്. ഞാനിതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഒരു മയിലിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. മയിലിൻ്റെ ചിത്രം ഞാൻ ഒരുപാട് റെഫറൻസൊക്കെ നോക്കുന്നു. എന്നിട്ട് ഞാൻ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഫിഗർ കണ്ടെത്തുന്നു, ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ മാരത്തോൺ ചിത്രം വരയ്ക്കലാണ്. രാവൊന്നും പകലൊന്നും ഇല്ലാതെ ഫുൾ ടൈം ഇതിൻ്റെ കൂടെ ഇരിക്കുന്നു. ഈ മയിൽപ്പീലി വരയ്ക്കൽ ഭയങ്കര ടാസ്ക് പരിപാടിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഒരു മയിൽപ്പീലിയിൽ തന്നെ എന്തുമാത്രം കളറിൻ്റെ ഒരു എന്താ പറയുക ഒരു സംഘാതമാണ് അല്ലേ. ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര മൈന്യൂട്ടാണ്, ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള കളർ സ്കീമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല പരിപാടി ഇങ്ങനെ നീണ്ടുപോവാണ്. ദിവസം എടുക്കുന്നു. നാളെയും മറ്റന്നാളോ മറ്റാണ് ഫംഗ്ഷൻ. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പണികളിലേക്ക് പോകുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ചിത്രം പൂർത്തീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം രാത്രിയാണ് ചിത്രം പൂർത്തീകരിക്കുന്നു. അത് അത്രത്തോളം നന്നായി ഒന്ന് നോക്കുമ്പോൾ, നമ്മളൊരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ വരച്ച ചിത്രങ്ങളെല്ലാം പോരാ, ഒന്നുകൂടി മികച്ചതാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രം വരച്ച് കഴിയുന്നു. ഞാൻ അന്ന് രാത്രി തന്നെ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ചിത്രം എന്നിട്ട് ഞാൻ പിന്നെ ഡെന്നിക്ക് കൊടുക്കുന്നു. ഡെന്നിക്ക് ഭയങ്കര സന്തോഷമായി. ഡെന്നി ഒരു ഡിമാൻഡ് മാത്രമേ എന്നോട് വെച്ചിട്ടുള്ളായിരുന്നു, നീ വരയ്ക്കുന്നത് എന്ത് തന്നെയായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് പുള്ളിയുടെ ഒരു സ്നേഹമാണത്. കാരണം ഞാൻ എന്ത് കൂതറപ്പടം വരച്ചു കഴിഞ്ഞാലും പുള്ളി അവിടെ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിത്രം കൊണ്ടുപോയി അവിടെ വെച്ചു. രണ്ടാമതും ഒരു ഡെന്നിക്ക് ഒരു ചിത്രം കൊടുക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡെന്നിയുടെ മകൾ ജനിച്ച സമയത്ത്, മകളുടെ പിറന്നാളുടെ സമയത്ത് ഞാൻ ഇതുപോലൊരു കൊറോണ സമയത്ത് ഒരു ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 ചിത്രങ്ങളും ഡെന്നിയുടെ വീട്ടിൽ അവരുടെ ബാൽക്കണിയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഭയങ്കര വലുപ്പത്തിൽ അവർ വരച്ച് തൂക്കി വെച്ചിട്ടുണ്ട്. ഡെന്നി ഭയങ്കര അഭിമാനപൂർവ്വം പലരോടും ഇത് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണ വരുന്നു. ഈ കൊറോണ സമയത്ത് ഈ 2ാമത്തെ പടമൊക്കെ വരച്ച് തുടങ്ങിയ സമയത്ത് അപ്പോഴാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ചിത്രങ്ങളിലേക്കൊക്കെ, കാരണം ഞാൻ ഒരിക്കലും ഡ്രോയിങ് ഒന്നും അക്കാദമിക്കലി അഭ്യസിച്ചിട്ടില്ല. എനിക്ക് പഠിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. പിന്നെ UPSCയുടെ ടീച്ചിങ്ങിലും അല്ലെങ്കിൽ മെൻറ്ററിങ്ങിലേക്കൊക്കെ വഴിമാറിപ്പോയി കരിയർ. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രേക്ക് കിട്ടുന്നു, ഒരുപാട് സമയമുണ്ട്. അപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വരയ്ക്കാനും കൂടുതൽ ചിത്രങ്ങളെ പരിചയപ്പെടാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്നു. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനൊരു ആശയം തോന്നുന്നത്, എന്തുകൊണ്ട് ഡെന്നിക്ക് എടുത്തുള്ള ചിത്രം ഒന്നും കൂടി ഒന്ന് ഗംഭീരമാക്കിക്കൂടാ. അത് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഐഡിയ ആണ് തോന്നി. പിറ്റേ ദിവസം തന്നെ ഞാൻ ഡെന്നിനെ നിർബന്ധിച്ചു, നാളെ തന്നെ നീ ആ ചിത്രം ഇങ്ങോട്ട് കൊണ്ടുവരണം, എനിക്കിപ്പോൾ ഒഴിവാണ്. ഞാൻ ഈ ചിത്രം നീ കാണാത്ത വിധത്തിൽ അതിഗംഭീരമാക്കിയിട്ട് ഞാൻ വീണ്ടും റീവർക്ക് ചെയ്യും, എൻ്റെ കണ്ണുകളിത് കണ്ട് മഞ്ഞളിച്ച് പോകുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുള്ളിനെ ഇൻസ്പയർ ചെയ്തു. പുള്ളിനെ ഭയങ്കരമായിട്ട് തള്ളി കയറ്റി. പിറ്റേ ദിവസം തന്നെ ഡെന്നി കാറെടുത്ത് കൊണ്ടുവന്ന് പടം വീട്ടിൽ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു മൂഡ് പോയത്. എനിക്ക് പലപ്പോഴും ഭയങ്കര മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത് ചിത്രം കൊണ്ട് വെച്ച ഉടനെ തന്നെ ഞാൻ ചെയ്തത് അത്യാവശ്യം നല്ല ചിത്രമാണ്, നല്ല രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വൈറ്റ് അക്രലിക് പെയിൻറ്റ് എടുത്തിട്ട് ഞാൻ ഭയങ്കരമായിട്ടൊരു 4 പൂശി എന്നുള്ളതാണ്. മൊത്തം മയിലിൻ്റെ പീലിയിൽ മൊത്തം അത് ആകെ തേച്ച് കോളാക്കി എന്നുള്ളതാണ് ഒരു രസം. എന്തായാലും അത് റീവർക്ക് ചെയ്യാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, എനിക്ക് പിന്നെ അങ്ങോട്ട് അത് പെയിൻറ്റ് ചെയ്യാനുള്ള മൂഡ് മൊത്തം പോയി എന്നുള്ളതാണ്. അത് ഭയങ്കര പ്രശ്നമായി. ഡെന്നി എന്നും ചോദിക്കുന്നുണ്ട് എന്നാണ് ചിത്രം വരിക, അടുത്ത ആഴ്ച വരൂ, അപ്പം ഞാൻ മരിക്കുമ്പോഴേക്കും വരൂ, എൻ്റെ മൂക്കിൽ പല്ല് വരുമ്പോഴേക്കും നീ ആ ചിത്രം വരച്ചു തരുമോ എന്നൊക്കെ നിരന്തരം എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരു മറുപടിയില്ല. എനിക്കാണെങ്കിൽ പിന്നെ ആ ചിത്രം വരയ്ക്കാനേ തോന്നുന്നില്ല. എൻ്റെ ഒരു സ്വഭാവമാണ്, അതെനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. നമുക്കൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ, ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ചിത്രം വരയ്ക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് നിർബന്ധിച്ച് കഴിഞ്ഞാലും മാന കുത്തം വന്നാലും നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ പറ്റുന്നില്ല. കൊറോണ 2019 COVID-19 എന്നല്ല നമ്മൾ വിളിക്കുന്നത്, 2020, 2021, 2022, 2023 നീണ്ട 4 കൊല്ലങ്ങൾ കിടന്നുപോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഡെന്നിനെ വിളിക്കുന്നുണ്ട്, പലവട്ടം ചീത്ത വിളിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്, തമാശയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഡെന്നി ചോദിക്കുന്നുണ്ട്, ഞാനത് എന്നാ നീ വരിക, 50 കൊല്ലമാവോ 60 കൊല്ലമാവോ, നിൻ്റെ മക്കളുടെ കല്യാണത്തിൻ്റെ സമയത്ത് പടം തിരിച്ചു കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എടുത്ത് പെട്ടെന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ആ ചിത്രം വരച്ച് തീർക്കാനായിട്ട് തോന്നി. അങ്ങനെ 2023 ഡിസംബർ സമയത്തോ മറ്റോ ആണ്, ഡിസംബർ സമയത്തോ മറ്റോ ആണ്, ഞാൻ വീട്ടിലുള്ള സമയമാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു ഗ്യാപ്പ് കിട്ടി വീട്ടിലേക്ക് ചെല്ലുന്നു, സൺഡേ മറ്റോ ആണ്. അന്ന് കുത്തിയിരുന്ന് ഞാൻ ആ ചിത്രം ഫിനിഷ് ചെയ്തെന്ന് പറയുമ്പോൾ അത്
മുമ്പ് വരച്ചതിനെക്കാട്ടും ഭംഗിയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കാമെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു മരത്തിൻ്റെ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ വർക്ക് ഇവിടെ വേണ്ടി വരുമായിരുന്നു, ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നിയ, എനിക്ക് എൻ്റെ നെഞ്ചത്ത് തട്ടി എന്നെ തന്നെ അഭിനന്ദിക്കാൻ തോന്നിയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാനിത് എന്തോ ഒരു വലിയ കാര്യം അച്ചീവ് ചെയ്ത പോലെ എനിക്ക് തോന്നി. എന്തായാലും അത് വരച്ചു. എന്നിട്ട് ഞാനത് സാധാരണ ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയുണ്ട് അക്ഷര, കസിൻ സിസ്റ്റർ. അപ്പോൾ അക്ഷരയാണ് വന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുള്ളത്. ഫോട്ടോയൊക്കെ എടുത്തു. ഡെന്നിയോട് ഞാൻ പറഞ്ഞില്ല, ഡെന്നി സോഷ്യൽ മീഡിയയിൽ ഇത് കാണട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് പതുക്കെ അവതരിപ്പിച്ചു. ചിത്രം ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ചിത്രം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ റിലീസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ചിത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൽ ഏറ്റവും ഒരു നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു അധ്യായമായിട്ട് മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഡെന്നിക്കാണ്. ഡെന്നീനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഞങ്ങൾ പഠിച്ചിരുന്ന സ്കൂള് തിരൂർ ഹൈസ്കൂള്. ഈ ഹൈസ്കൂളിലെ അധ്യാപികയായിരുന്നു ഡെന്നിയുടെ അമ്മ, ലില്ലി ടീച്ചർ. ലില്ലി ടീച്ചർ ഒരു മാതൃകാധ്യാപികയായിരുന്നു. ലില്ലി ടീച്ചർ ചെറുപ്പത്തിൽ തന്നെ ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ലില്ലി ടീച്ചർ മരിച്ചുപോയി. അപ്പോൾ ലില്ലി ടീച്ചറുടെ ഒരു സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഈ ഒരു വീഡിയോയും ഈ ചിത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട ഡെന്നി, ഇത് ഞാൻ നിനക്ക് തരുന്ന സ്നേഹമാണ്. നീ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന, ഇനിയും തരാനിരിക്കുന്ന വലിയ വിലയേറിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പരിഗണനയ്ക്കൊക്കെ പകരം വയ്ക്കാനായിട്ടുള്ള എൻ്റെ ഒരു ചെറിയ ഒരു സന്തോഷം മാത്രമാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവരെയെല്ലാം കൂടുതൽ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. കേട്ടതിന് നന്ദി. താങ്ക് യു.